Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് മെത്തേഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് IRR മെത്തേഡ് എന്ന് പറയാം. അതായത് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത് എന്താണ്, ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ മുൻകൂട്ടി തന്നെ എടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യലായിരുന്നു. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ പ്രോജക്റ്റ്. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഓരോ വർഷം ഇത്ര ക്യാഷ് കിട്ടുന്നു, അതുവരെ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഒരിക്കലും നമ്മളതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളത് നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഒരു പ്രൊജക്റ്റിൻ്റെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ്സ് ടിൽ എ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് വിച്ച് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു സെൻറ്റൻസ് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ കിട്ടുന്ന ഓരോ ക്യാഷ് ഫ്ലോനെയും ഓരോ റേറ്റിലുമുള്ള ഡിസ്കൗണ്ടഡ് റേറ്റും എടുത്തുകൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഏത് റേറ്റിൽ വെക്കുമ്പോഴാണ് അതിനോട് അടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 ആവുന്നത് എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ഏത് പോയിന്റിലാണോ ഇതിനോട് അടുത്ത് വരികയോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 ആവുകയോ ചെയ്യുന്നത്, ആ ഒരു പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, ആ റേറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരും കൂടി പറയാൻ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈം വാല്യൂവിനാണ്, പൈസയുടെ മൂല്യത്തിന്, സമയത്തിനനുസരിച്ചുള്ള മൂല്യത്തിനാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, IRR മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നോക്കിയ എല്ലാറ്റിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ റിട്ടേണുകളെ കുറിച്ച് മാത്രം അതിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഒരിക്കലും ഇൻറ്റേർണലി ആ പ്രൊജക്റ്റിൽ നിന്ന് എന്താണ് റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് വെച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് 10%, 15%, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യനിലുള്ളതിൻ്റെ ബേസിലാണ് ചെയ്തത്. പക്ഷെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണോ അതിനോടടുത്തോ അത് 0 ആയിട്ടോ വരുന്നത് വരേക്കും നമ്മളതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി അത് കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പോയിന്റ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വലായിട്ട് വരുന്ന ആ ഒരു റേറ്റ് കണ്ടുപിടിക്കുന്നത് അതുവരെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 2 തരത്തിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ കേസ് വെൻ ക്യാഷ് ഫ്ലോസ് ആർ ഈക്വൽ. വെൻ ക്യാഷ് ഫ്ലോസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എല്ലാ വർഷവും ഒരേ തുകയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലോ ആവുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ടെക്നിക്കുകൾ എന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാം. എ പ്രോജക്റ്റ് കോസ്റ്റ് ₹6,000 ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ₹2,000 ഓവർ ഇറ്റ്സ് ലൈഫ് ഓഫ് 5 years. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 6,000 രൂപ മുടക്കി ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ വർഷവും 2,000 രൂപ അതിൽ നിന്ന് വരുമാനം കിട്ടും. അങ്ങനെ 5 വർഷം വരെ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ IRR കാൽക്കുലേറ്റ് ചെയ്യുക പറയുമ്പോൾ പ്രധാനമായിട്ടും എടുക്കുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 6,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 5 വർഷം വരേക്കും നമുക്ക് 2,000 ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞാൽ റഫ് ആയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ ആണ് ചെയ്യുന്നത്. ഇനീഷ്യലി നമുക്ക് ഇറക്കുന്നത് എത്ര രൂപയാണ്, 6,000 രൂപയാണ്. ഒരു വർഷം എത്ര കിട്ടുന്നുണ്ട്, 2,000 കിട്ടുന്നുണ്ട്. സോ 3 അതിൻ്റെ PV ഫാക്ടർ എന്ന് പറയുന്നത്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 3. ഇനി നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അതിൻ്റെ ഇൻഫ്ലോ ചെയ്തു, അപ്പോൾ നമുക്ക് 3 കിട്ടി. സെർച്ച് ഫോർ ദ വാല്യൂ നിയറസ്റ്റ് ടു PV ഫാക്ടർ 3 ഇൻ ദ 5th row ഓഫ് ക്യുമുലേറ്റീവ് പ്രസൻറ്റ് വാല്യൂ ടേബിൾ 2. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പായി നോക്കേണ്ടത്, ഇവിടെ നമുക്ക് വാല്യൂ 3 ആണ് കിട്ടിയത് കൊണ്ട് ഇനി പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കിയിട്ട്
ഈ 3 എന്ന് പറയുന്ന വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രസന്റ് വാല്യൂ ടേബിൾ ഒന്ന് എടുക്കാം. ഇതാണ് പ്രസന്റ് വാല്യൂ ടേബിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടേബിൾ 2 ആണ് പ്രസന്റ് വാല്യൂ കാണിക്കുന്നത്. നമുക്ക് 5 വർഷത്തെ കണക്കല്ലേ പറഞ്ഞത്. അപ്പോൾ ആ 5 വർഷത്തിൽ 3നോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ, അതായത് ഇവിടെ 20% നമുക്ക് എന്ത് കിട്ടി? 2.991 വാല്യൂ, അതായത് 3നോട് അടുത്ത് നിൽക്കുന്നത്. പിന്നുള്ളത് 18% വരുമ്പം ഒന്നുകൂടി അവിടെ കൂടി 3 കടന്നിട്ടുള്ള പോയിന്റുകൾ കൂടി പറഞ്ഞു അല്ലേ, 3.127. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്ത് കിട്ടുന്നില്ല? 3 എന്ന് പറയുന്നത് കിട്ടുന്നില്ല. ആ 3 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ളതും തൊട്ട് മുകളിലുള്ള വാല്യൂസ് വരുന്ന ഈ പെർസെൻറ്റേജ് എടുക്കാം. ഓക്കെ, അപ്പോൾ 18% വരുമ്പോൾ എബവ് 3യും വരുന്നുണ്ട്, 20% വരുമ്പോൾ ബിലോ 3യും വരുന്നുണ്ടെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം പി വി ഫാക്ടർ കണ്ടുപിടിച്ചു. അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ നമ്മുടെ ഇൻഫ്ലോ നോക്കിയപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ 3നോട് ഈ പോയിന്റിനോട് അടുത്ത് വരുന്ന റേറ്റ് എത്രയും നോക്കി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 18%-ൽ 3.127 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5th ഇയറിൽ. അതേപോലെ 20% നോക്കുമ്പോൾ 2.9 സംതിങ് ആണ് വന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലാണല്ലോ ഈ 3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ? 18%-നും 20%-നും ഇടയിലാണ് ഇതിൻ്റെ വാല്യൂ എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 18% വെച്ചിട്ടുള്ള വാല്യൂ എത്ര? 3.127 അല്ലേ? അപ്പോൾ ഈ 2000 ആണല്ലോ ഓരോ വർഷവും കിട്ടുന്നത്, ഈക്വൽ ആണല്ലോ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2000-നെ ഈ 2% കിട്ടിയ വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്ത് വെക്കുക. 18% ആവുമ്പം 6254 വരും. 20% ആവുമ്പം 5800 കിട്ടും. നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പം ഇപ്പം നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മളൊരു ഇൻ്റർപൊലേഷൻ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇൻ്റർപൊലേഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: L + P1 - Q ഡിവൈഡഡ് ബൈ P1 - P2 ഇൻറ്റു H - L. കാണുമ്പോൾ കുറച്ച് വലിയൊരു സംഭവമാണ് തോന്നുകയാണെച്ചാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. L എന്ന് പറയുന്നത് ലോവർ ഡിസ്കൗണ്ട് റേറ്റ് L, പ്ലസ് P1 എന്ന് പറയുന്നത് ലോവർ റേറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഇപ്പോൾ ലോവർ റേറ്റ് എന്ന് പറയുന്നത് എന്താ? അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് നമ്മളെ നെറ്റ് ക്യാഷ് ഔട്ട്ലേ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് കാണിക്കുക. P1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ലോവർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോവർ റേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. P2 എന്ന് പറയുന്നത് ഹയർ റേറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു H - L പറഞ്ഞാൽ ഹയസ്റ്റ് ഏതാണോ അതിൽ നിന്ന് ലോവസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് അതേപടി അപ്ലൈ ചെയ്യേ വേണ്ടുള്ളൂ നമുക്ക്. കാരണം 18 ആണോ 20 ആണോ നമുക്ക് ഉറപ്പില്ല. അത് ആക്ച്വൽ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഇക്വേഷൻ പ്രകാരം L എന്ന് പറയുന്നത് എന്താണ്? ലോവർ ഡിസ്കൗണ്ട് റേറ്റ്. നമ്മൾ കണ്ടെത്തിയ ഡിസ്കൗണ്ട് റേറ്റുകൾ ഏതൊക്കെയാണ്? 18ഉം 20ഉം അല്ലേ? അതിൽ കുറവ് 18 അല്ലേ? 18% തന്നെ എഴുതുക. P1 എന്ന് പറയുന്നത് കുറഞ്ഞ റേറ്റ് എന്താണോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 6254 മൈനസ് അതിൽ നമ്മൾ എത്രയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന 6000 അല്ലേ? 6000 എഴുതി ഡിവൈഡഡ് ബൈ ഈ കൂടിയതിൽ നിന്ന് കുറഞ്ഞ കൂടിയത് എത്രയാണോ അത് കുറയ്ക്കുക. പ്രസൻറ്റ് വാല്യൂ ഹയസ്റ്റ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് 18ഉം 20ആണ് കുറഞ്ഞതും കൂടിയെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം P1 എന്ന് പറയുന്നത് കുറഞ്ഞത് 18% അല്ലേ? ഇതിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ 18%-ൻ്റെ റേറ്റ് ഇതും 20% കൂടിയതിൻ്റെ റേറ്റ് ഇതുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്നത് കുറഞ്ഞതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ കുറഞ്ഞതിൽ നിന്ന് നമ്മൾ കൂടിയത് മൈനസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൂടിയ റേറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് H - L എന്ന് പറയുന്നത് ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ്. ഇവിടെ കൂടിയത് ഏതാ? 20%. അതിൽ നിന്ന് 18% കുറയ്ക്കുന്നതായിട്ട് കാണിക്കുക. അപ്പം നമ്മൾ 18% അതുപോലെ തന്നെ എഴുതി. പ്ലസ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 254 ബൈ ഇവ തമ്മിലുള്ള വ്യത്യാസം 454 ഇൻറ്റു 2. 20 - 18 എത്ര? 2. ഇനി ഈക്വൽ ടു 18% ബൈ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1.12% എന്ന് പറയുന്നത്. ഇൻറ്റു എന്നിട്ട് ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോഴാണ് നമുക്ക് 1.12% കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി?
18% 1.12%. അപ്പോൾ 18 1 19.12%. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഓൾട്ടർനേറ്റീവ് സ്റ്റെപ്പിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. 18% പ്ലസ് 3.127. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിലത്തെ വാല്യൂ വലുത് ഏതായിരുന്നു? 3.1 വാല്യൂ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്ത് കണ്ടെത്തുന്ന ഉത്തരം കൊണ്ടും ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് 3.127 മൈനസ് 3 വെച്ച് ചെയ്യാം. ഡിവൈഡ് ബൈ 3.127 2.9. ഇത് ചെറുതും ഇത് കിട്ടിയ എമൗണ്ടും ഇൻറ്റു സെയിം ഇക്വേഷൻ സെയിം തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഈ ഒരു വാല്യൂ ഇല്ലേ, ഇവിടെ നമുക്ക് 18% കിട്ടുന്നത് ഈ വാല്യൂ, ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തത് ഈ വാല്യൂവിൻ്റെ മുകളിലാണ് ചെയ്തത്. ഇതേ സ്ഥാനത്ത് ഇതേ വാല്യൂ വെച്ച് ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 3.127 മൈനസ് 3 ആണല്ലോ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. അത് 3 കുറയ്ക്കുക. ഇവിടെ കൂടിയതിൽ നിന്ന് കുറഞ്ഞത് മൈനസ് ചെയ്യുക. ഓക്കെ, പിന്നെ 20 മൈനസ് 18 ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താലും ഇത് തന്നെയാണ് കിട്ടുക. അപ്പം നമുക്കിതിൽ പറഞ്ഞ ആ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്കിത് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെൻ ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വൽ. ഇപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എല്ലാ വർഷവും നമുക്ക് ഒരേ എമൗണ്ട് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ PV ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത് പറഞ്ഞത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ കാണേണ്ടത്. ഇനി അതിൽ തന്നെ നമുക്കത് തന്നിട്ടില്ലെങ്കിൽ, ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ഡയറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ആവറേജ് ഏർണിംഗ് പെർ ആനം ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. അപ്പോൾ അങ്ങനത്തെ 2 ഇക്വേഷനാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ട്രയൽ റേറ്റിംഗ് നോക്കുക. എന്നതിന് ശേഷം നമ്മൾ ആക്ച്വൽ IRR കമ്പ്യൂട്ട് ചെയ്യുക. ഓരോ ട്രയൽ നോക്കുക. കാരണം ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തല്ലോ 18% ആണോ 20% നമുക്ക് അറിയില്ല. അപ്പോൾ ആ ട്രയൽ നോക്കുക. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളോട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്കൊരു കോസ്റ്റ് വരുന്നത് 22,000 ആണ്. അതിൽ നമ്മുടെ പ്രത്യേകത എന്താണ്? ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 5 വർഷവും ഒരേ എമൗണ്ടാണ് കിട്ടുന്നത്. ഇവിടെ ഒന്നാമത്തെ വർഷം 12,000, രണ്ടാമത്തെ വർഷം 4,000, മൂന്നാമത്തെ വർഷം 2,000, നാലാമത്തെ വർഷം 10,000. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ആവറേജ് ക്യാഷ് ഇൻഫ്ലോ കാണണം. അപ്പോൾ ഈ കിട്ടിയ പൈസ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര വർഷം ഉണ്ട്? 4 വർഷമല്ലേ? ബൈ 4 ചെയ്യുമ്പോൾ 7,000 ആണ് ഇപ്പോൾ ഏകദേശം ഒരു ആവറേജ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ PV ഫാക്ടർ കാണണമെങ്കിൽ ഈ 22,000 ആണല്ലോ കോസ്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 22 കോസ്റ്റ് അല്ല, പ്രൊജക്റ്റിന് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 22,000 ബൈ 7,000 ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പോയിന്റാണ് 3.14 എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ആ ഒരു ഫാക്ടേഴ്സ് ഓരോ വർഷത്തിൻ്റെ എടുക്കുക. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3.14. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ 3 കിട്ടുന്ന ആ റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഏകദേശം 3.14 കിട്ടുന്ന റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ എടുത്തു. ഇതിൽ ഇവിടെ നമുക്ക് 3.14 ആണ് കിട്ടിയത്. അപ്പം 3.14ലേക്ക് വരണമെങ്കിൽ എത്രാമത്തെ വർഷം? നമുക്ക് 4 വർഷത്തെയാണ് വന്നത് അല്ലേ? അപ്പോൾ ഏകദേശം 3.14 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 3.037 വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.170 വരുന്നുണ്ട്. അപ്പോൾ 10% എടുക്കുമ്പോൾ 3.170 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 10% നമ്മൾ എല്ലാറ്റിൻ്റെയും വാല്യൂ കാണണം. ഓരോ വർഷത്തെയും ഓരോ എമൗണ്ട് വാല്യൂ നമ്മൾ 10%ൻ്റെ ഫുള്ളായിട്ട് എടുക്കുക. ഓരോ വർഷവും 10% ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാം, അങ്ങനെ എല്ലാം എടുത്തിട്ട് ഈ വന്ന ഇൻഫ്ലോ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് എത്രയാണോ ഉള്ളത് പ്രൊജക്റ്റിൻ്റെ, ആ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് NPV ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഹയസ്റ്റ് ലോവസ്റ്റ് വാല്യൂ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ 3.17 ആണ് ആദ്യത്തെ ട്രയലിൽ വന്നത്. ഇനി രണ്ടാമത്തെ ട്രയൽ പറയുമ്പോൾ 12% വരുമ്പോൾ ഒരു ലേശം കൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് വാല്യൂ. അപ്പോൾ നമുക്കവിടെ എന്തെടുക്കാൻ വേണ്ടി പറ്റും? ഇനി ഇവിടെ നാലാമത്തെ വർഷം നമുക്ക് ഏകദേശം വാല്യൂ വന്നിരിക്കുന്നത് 3.17 ഉണ്ട്. തൊട്ട് മുന്നേ എന്താ വരിക? 3.037 വരാം. അപ്പോൾ ഈ 2 വാല്യൂ ആണ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 10%ൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വർഷത്തിൽ ചെയ്തു. അതേപോലെ ഇനി 12%ൻ്റെയും ഈ സംഭവങ്ങളൊക്കെ എടുക്കുക. ഓക്കെ,
അപ്പോൾ 2 തരത്തിൽ ഇവിടെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇയറും ക്യാഷ് ഇൻഫ്ലോ ഒക്കെ എഴുതിയിട്ട് ഇവിടുത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ 12% കണ്ടു, ഇവിടെ നമ്മൾ 10% കണ്ടു. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തു, ടോട്ടൽ ചെയ്തു. ഈ ടോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടിയ കോസ്റ്റ് കുറച്ചു. അപ്പോൾ മൈനസ് ഫിഗറാണ് വന്നത്. അപ്പോൾ ഇവിടെ NPV നെഗറ്റീവായി, ഇവിടുത്തെ NPV പോസിറ്റീവുമായി. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ ഇൻ്റർപൊലേഷൻ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. എന്തായിരുന്നു L1 L എന്ന് പറഞ്ഞിട്ട് ലോവസ്റ്റ് വാല്യൂ ഇപ്പോൾ 10ഉം 12ഉം എടുത്തത്. അപ്പോൾ എടുത്തതിലത്തെ വാല്യൂ എത്രയാണ്? 10 ആണല്ലോ ചെറുത്. 10 പ്ലസ് 22,544 ആദ്യത്തെ റേറ്റ് മൈനസ് അതിന് 22,000 ഇനി കോസ്റ്റ് കുറച്ചു. 22,544 നിന്ന് 21,688 കുറയ്ക്കുക. ഇൻറ്റു ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് 12 മൈനസ് 10. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 11.27%. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ 10നും 12നും ഇടയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അത് ആക്യുറേറ്റ് അറിയില്ലായിരുന്നു. അത് കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ എടുത്തത്. അപ്പം ഈ വാല്യൂവിനോട് തുല്യമായിട്ട് വരുന്ന ഏതാണെന്ന് പറയുന്നത് 11.27% എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. വേറെ ഇക്വേഷൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ NPV നമ്മളവിടെ ചെയ്തല്ലോ, ജസ്റ്റ് പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ടും ചെയ്തു, അവ കൊണ്ട് ഇൻറ്റു ചെയ്ത് കിട്ടിയ ഉത്തരത്തിൻ്റെ മുകളിലും നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ചെയ്തു. അതേപോലെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് എന്താ ചെയ്ത് ഈ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഈ ടോട്ടൽ വെച്ചും ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ NPVകൾ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. 544ഉം 312 വെച്ചിട്ടും അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ? 10 പ്ലസ് 544 ഡിവൈഡഡ് ബൈ 544 പ്ലസ് 3.12 വെച്ചിട്ട് ചെയ്യുമ്പോഴും ഈ എമൗണ്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് 22,000 മൈനസ് 21,688ഉം 22,544 21,6 ഇങ്ങനെ ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് സെയിം എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റിട്ടേൺ ദ പ്രോജക്റ്റ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഏറ്റവും കൂടുതൽ ഏതിലാണോ അത് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. if it is less than the desired minimum rate of return, നമ്മൾ എത്രയാണോ ഡിസയർ ചെയ്തത് അതിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മളത് പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബേസിസിലാണ് നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നോക്കുന്നത്. എപ്പോഴും IRR ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആയിരിക്കണം. നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഇനി IRR മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് എല്ലാ ക്യാഷ് ഇൻഫ്ലോയിനെയും ആ പ്രൊജക്റ്റിൻ്റെ കാലയളവിൽ വരുന്നതായിട്ടുള്ള എല്ലാ ക്യാഷ് ഫ്ലോയിനെയും കൺസിഡർ ചെയ്യുന്നു. ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ട്രൂ പിക്ചർ നമുക്ക് പ്രോഫിറ്റബിലിറ്റിയുടെ ആ പ്രൊജക്റ്റ് റിലേറ്റഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് റിസ്ക് ഉള്ളതും നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആണ് ആൻഡ് ടിഡിയസ് ആണ്, വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കൽ ബുദ്ധിമുട്ടാണ്. നെഗറ്റീവ് റേറ്റും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. പിന്നെ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് NPV മെത്തേഡ്. ആൻഡ് ലാർജ് പ്രൊജക്റ്റിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇനി ഇവ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട് NPVയും IRRും. രണ്ടിലും കൺസിഡർ ചെയ്യുന്നത് ടൈം വാല്യൂ തന്നെയാണ്. രണ്ടും ആക്സെപ്റ്റൻസും റിജക്റ്റ് ചെയ്യാനുള്ള ഡെസിഷനൊക്കെ പറയുന്നുണ്ട്. ആൻഡ് രണ്ട് മെത്തേഡിലും ക്യാഷിൻ്റെ ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ് എടുക്കുന്നത്. ആൻഡ് ബോത്ത് കൺസിഡർ ക്യാഷ് ഫ്ലോസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. രണ്ടിലും നമ്മൾ ആ ഒരു പ്രോജക്റ്റിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോ വരുന്നുണ്ടോ അത് ഫുള്ളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, നോട്ട് ചെയ്തോളുക. NPVയും IRRും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. NPVയിൽ നമ്മൾ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അസ്യൂം ചെയ്യുന്നത്. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഡിറ്റർമിൻ ചെയ്യണം. ഇവിടെ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അസ്യൂംഡ് ടു ബി നോൺ ഇത് നമുക്ക് കിട്ടും. NPV ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് എന്താ, അതിലൊക്കെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ IRR കണ്ടത്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിൻ്റെ മാക്സിമൈസേഷൻ അല്ല. എല്ലാ ക്യാഷ് ഇൻഫ്ലോസിനെയും ഫേംസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ റേറ്റ് വെച്ച് ചെയ്യുന്നത്. ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കിട്ടുന്ന വരുമാനത്തിനെ വീണ്ടും നമ്മൾ വേറൊരു പ്രൊജക്റ്റിലേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് എന്താണെന്ന് കണക്കാക്കുകയാണ്. ആൻഡ് ഇത് പൂർണ്ണമായിട്ടും അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഇത് പെർസെൻറ്റേജിൻ്റെ ബേസിൽ വരുന്ന റിട്ടേൺ ആണ്.
NPV ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ക്യാൻ ബി ആഡഡ്. പലതരത്തിലുള്ള പ്രോജക്റ്റിലും NPV ആഡ് ചെയ്യാം, പക്ഷേ ഡിഫറെൻറ്റ് പ്രോജക്ട്സ് കനോട്ട് ബി ആഡഡ് IRRൻ്റെ കേസിൽ. ഇനി ഈ NPV മെത്തേഡ് IRR മെത്തേഡിനെക്കാട്ടിലും NPVക്കുള്ള അഡ്വാൻറ്റേജ് ഇവിടെ വീണ്ടും ഒന്നും കൂടിയിട്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് നെറ്റ് അഡീഷൻ ആണ് ഇവിടെ കാണിക്കുക. NPVയിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഈച്ച് പ്രൊജക്റ്റ് ഈസ് സെയിം ആയിരിക്കും, പക്ഷേ IRRൽ ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് പ്രൊജക്റ്റിൽ ഉണ്ടാവുക. NPV എപ്പോഴും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സിനായിരിക്കും ഉപയോഗിക്കുക. IRR ഒരിക്കലും കറക്റ്റ് റാങ്കിങ് ചെയ്യാൻ പറ്റില്ല. NPV മെത്തേഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇറ്റ് ഈസ് ഈസി ടു സെലക്ട് ദ ഡിസ്കൗണ്ട് റേറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് IRR മെത്തേഡ് NPV ആയിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. IRR എന്താണ്, ഇൻറ്റേർണലി നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ NPV ആദ്യം കണ്ടുപിടിക്കുന്ന മെത്തേഡുകളൊക്കെ പറഞ്ഞു. ക്യാഷ് ഫ്ലോ ഈക്വൽ ആവുമ്പോഴും അൺഈക്വൽ ആവുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഇത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ NPV ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ സിമിലാരിറ്റിയും ഡിഫറൻസും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്